പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഏപ്രിൽ മാസം 18-ാം തീയതി വെള്ളിയാഴ്ച. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ജനത കഷ്ടാനുഭവ ആഴ്ചയുടെ അവസാന ദിനങ്ങളിലേക്ക് എത്തുന്നു. ഇന്ന് ഗുഡ് ഫ്രൈഡേ ആയി ആചരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് പുറകിൽ കാൽവറി കൊലക്കളത്തിൽ മാനവലോകത്തിന്റെ പാപപരിഹാരത്തിനായി യഥാർത്ഥ കുഞ്ഞാടായി ഈ ഭൂമിയിൽ അവതരിച്ച യേശുദേവന്റെ ക്രൂശ് മരണത്തെ ഓർമ്മിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിനത്തിലേക്ക് എത്തി ചേർക്കപ്പെട്ടിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ഐസയ ചാപ്റ്റർ 53 വേഴ്സസ് 4 and 5 നാം ഇപ്രകാരം വായിക്കുന്നു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ലോക ക്രൈസ്തവ ജനത ഇന്ന് ഗുഡ് ഫ്രൈഡേ ആചരിക്കുന്നു, ഓർമ്മ പുതുക്കുന്നു. ഗുഡ് ഫ്രൈഡേ എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിനെ മലയാളീകരിച്ചു വന്നപ്പോൾ ദുഃഖവെള്ളിയാഴ്ച എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിനം ദുഃഖവെള്ളിയല്ല, മഹാസന്തോഷത്തിന്റെ ദിനമാണ്. വലിയ വെള്ളിയാഴ്ചയാണ്. ദ ഡേ ഓഫ് ദ ഡേയ്സ്, ദ ഗ്രേറ്റ് ഡേയ്സ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ധന്യമായ ദിനമാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ലോകത്തിലെ ക്രൈസ്തവർ ഇന്നാണ് ഏറ്റവും സന്തോഷിക്കേണ്ട ദിനം. ചെണ്ട കൊട്ടി, ഡ്രമ്മ് കൊട്ടി, വാദ്യ ഘോഷാദികളോടുകൂടി ലോകമെമ്പാടും ആഘോഷിക്കേണ്ട ദിനം ഇന്നാണ്. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളിൽ ആദിമ മനുഷ്യനെ ദൈവം ശപിച്ചപ്പോൾ, ഇതാ സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കുമെന്ന് പഴയ പാമ്പായ സാത്താനോട് പറയുകയും നീ അവന്റെ കുതികാൽ തകർക്കും എന്ന് പറഞ്ഞ വേദപുസ്തകത്തിലെ ആദ്യത്തെ പ്രവചനം, മാനവലോകത്തിന്റെ പാപം പരിഹരിക്കപ്പെട്ട ദിനം, ഏദൻ പർദീസയിൽ നിന്നും മനുഷ്യൻ പുറത്താക്കപ്പെട്ടപ്പോൾ മുതൽ ദൈവം പദ്ധതിയിട്ട ദൈവിക സംസർഗത്തിലേക്ക് മനുഷ്യരെ മടക്കിക്കൊണ്ടുവരുവാൻ തന്റെ ഓമന കുമാരനെ കാൽവറി കൊലക്കളത്തിൽ യാഗമാകുവാൻ ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടതിലൂടെ ലോകത്തിന് പാപമോചനം ലഭിക്കപ്പെട്ട ധന്യദിനമാണ് വലിയ വെള്ളി എന്ന ഈ ദിനത്തെ ഓർക്കുന്ന യഥാർത്ഥ ദിനം. അതുകൊണ്ട് ഇന്നത്തെ ദിനം മാനവരാശിയുടെ പാപം കഴുകപ്പെട്ട ദിനമാകിയാൽ ഇന്ന് നാം സന്തോഷിക്കണം. ഏകദേശം
17 ദീർഘമായ മണിക്കൂറുകളിൽ 3 പ്രധാനപ്പെട്ട വിചാരണകളിലൂടെ 5000-ലധികം മുറിവുകൾ ശരീരത്തിലേറ്റ് ഏകദേശം 5 അടി 11 ഇഞ്ച് ഉയരമുള്ള 85 കിലോ തൂക്കമുള്ള യേശുവിന്റെ ശരീരത്തിൽ നിന്നും 6.5 ലിറ്ററോളം രക്തം വാർന്നുപോയി. ഉഴവ് ചാല് പോലെ തന്റെ പുറം ഏകദേശം ആഴമുള്ള 150 മുറിവുകളാൽ മുറിയപ്പെട്ട് 150 കിലോയോളം ഭാരമുള്ള മരക്കുരിശുമേന്തി യേശുവിത തലയോടിടം എന്ന ഗോൽഗോഥായുടെ ഉത്തംഗ ശൃംഗത്തിൽ 3 ആണികളാൽ 4 ശാരീരിക സുഷിരങ്ങളാൽ ഏറ്റപ്പെട്ട് എനിക്ക് നിങ്ങൾക്കും വേണ്ടി യാഗമായി. ഇതെന്തിനാണ്? ആ അവസാന സമയത്തും കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളൻ ഉൾപ്പെടെ താഴെ നിന്നവർ ഉൾപ്പെടെ പിശാചിന്റെ പ്രേരണയാൽ വിളിച്ചു പറഞ്ഞു, നീ നിന്നെ തന്നെ രക്ഷിക്ക, നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വാ. ഈ വലിയ വെല്ലുവിളികളും ആക്രോശങ്ങളും ഒക്കെ കേട്ടിട്ടും എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി, ലോക പാപത്തിന്റെ പരിഹാരത്തിനായി യേശു കാൽവറി ക്രൂശിൽ യാഗമായി. ആ മഹാദിനമാണ് പ്രിയമുള്ളവരെ. ഇന്നെന്ന പോലൊരു ദിവസം 2000 വർഷങ്ങൾക്ക് പുറകിലായി കാൽവറി കൊലക്കളത്തിൽ അരങ്ങേറിയത്. ആകയാൽ അതിൽ കൂടെ നമുക്ക് നിത്യരക്ഷ, പിതാവിലേക്ക് കയറി പോകുവാനുള്ള ഞാനാകുന്നു വാതിൽ എന്ന് പറഞ്ഞ യേശു ഒരു നിത്യമായ വാതിൽ തുറന്നു തന്ന സുദിനമാണ് ആ മഹാദിനം എന്നത്. അതുകൊണ്ട് ഇന്നത്തെ ദിനം നാം വിഷമിച്ചിരിക്കേണ്ടവരല്ല, വേദനിച്ചിരിക്കേണ്ടവരല്ല. ആ ദുഃഖദിനമാണെന്ന് ഓർക്കേണ്ട ദുഃഖദിനവുമല്ല, മറിച്ച് ഇന്ന് എങ്ങനെയൊക്കെ പാടി ആരാധിക്കാമോ ആ നിലയിൽ ആരാധിക്കേണ്ട ദിനമാണ്, സന്തോഷിക്കേണ്ട ദിനമാണ്. ക്രൈസ്തവ ലോകത്തിന് ഇന്നെന്ന പോലെ ഒരു ദിനം പോലെ മറ്റൊരു ദിനമില്ല. കാരണം ഈ ദിനമാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ നടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട് സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ യഥാർത്ഥ ചുമന്നൊഴിക്കൽ നടന്നത് ഈ ദിനമാണ്. അങ്ങനെയെങ്കിൽ എല്ലാ വർഷത്തെയും ആചാര അനുഷ്ഠാനങ്ങളിലും കുമ്പിടിയിലുകളിലും കഞ്ഞുകുടികളിലും ഒതുങ്ങിത്തീരുകയാണോ? യേശുവിന്റെ പഞ്ചമുറിവുകൾ ധ്യാനിച്ചു. ക്രൂശിൽ ഈ ഭൂമിയിൽ വെച്ച് യേശു അവസാനമായി മൊഴിഞ്ഞ 7 മൊഴികൾ ധ്യാനിച്ച് വർഷങ്ങളായി ആവർത്തിക്കുന്ന ആചാരങ്ങളിൽ ഒതുങ്ങിത്തീരുന്ന ഒരു ക്രൈസ്തവ പാരമ്പര്യത്തിൽ തീരുന്നതാവരുത് നമ്മുടെ ക്രിസ്തീയ ജീവിതം. മറിച്ച് യേശു എന്തിനു വേണ്ടി മരിച്ചു? ആർക്കു വേണ്ടി മരിച്ചു? എന്തിനാണ് ഈ പങ്കപ്പാട് മുഴുവനും ഏറ്റത്? അതെ, എനിക്ക് വേണ്ടിയാണ്, എന്റെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്. താൻ ക്രൂശിൽ വെച്ച് പറഞ്ഞു, സകലവും നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അതെ, എന്താണ് ഫിനിഷ് ആയത്? അതെ, പുൽക്കൂട്ടിൽ ജനിച്ച നാള് മുതൽ തന്റെ യാത്ര ആരംഭിച്ച് കാൽവറി കൊലക്കളത്തിൽ എത്തിയപ്പോൾ കഴിഞ്ഞ 33.5 വർഷം, പ്രത്യേകാൽ കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് പിതാവാം ദൈവം തന്നിൽ നിക്ഷിപ്തമാക്കിയ പിതാവിന്റെ ദൗത്യങ്ങൾ ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു, നിവൃത്തീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവസാനമായി യേശു ക്രൂശിൽ പറഞ്ഞു, പിതാവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു.
ചാരിതാർത്ഥ്യത്തോടെ, തൃപ്തിയോടെ, പരിപൂർണ സംതൃപ്തിയോടെ തന്റെ ആത്മാവിനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അതേ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ അവസാനമോ യേശുവിന്റെ മേഘപ്രത്യക്ഷതയോ ആയാൽ യേശു പറഞ്ഞതുപോലെ സംതൃപ്തിയോടെ നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ കയ്യിൽ കൊടുക്കുവാൻ നമുക്ക് കഴിയുമോ? അതിനുവേണ്ടിയാണ് യേശു കാൽവറിയിൽ യാഗമായത്. അതുകൊണ്ട് ആ ഒരു വലിയ വിചാരം നമ്മെ ഭരിക്കണം. അല്ലാതെ നമ്മുടെ ഇന്നിന്റെ പ്രശ്നങ്ങൾ, ഭാരങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിഷയം, അവരുടെ വിവാഹം കഴിയുമ്പോൾ അവരുടെ മക്കളുടെ വിഷയം, നമ്മുടെ ആരോഗ്യ വിഷയം, സാമ്പത്തിക വിഷയം, കുടുംബ വിഷയം, നമ്മുടെ വിഷയങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. 90 കഴിഞ്ഞ 100 കഴിഞ്ഞ ഒരു പ്രായമുള്ള അപ്പച്ചനോടും അമ്മച്ചിയോടും ചോദിച്ചാലും അവരുടെ വിഷയങ്ങൾ തീരുന്നില്ല. എന്നാ നമ്മുടെ വിഷയം തീരുന്നത്? എന്നാണ് നമ്മുടെ ചിന്തകൾ മാറുന്നത്? എന്നാണ് നമ്മുടെ വിചാരങ്ങൾ അവസാനിക്കുന്നത്? യേശു കാൽവറിയിൽ യാഗമായത് ഇതിനെല്ലാം പരിസമാപ്തിക്ക് വേണ്ടിയാ. വർഷം തോറും ആചരിക്കുന്ന വെറും ദുഃഖവെള്ളിയായി ഈ മഹാവെള്ളിയാഴ്ചയെ ഒതുക്കരുത്. അത് ഒരു വലിയ ആഘോഷമാക്കി നാം തീർക്കണം. ആഘോഷമാക്കണമെങ്കിൽ യേശു ഉള്ളിൽ ജനിക്കണം. ഈ മഹാദിനത്തിന്റെ അന്തസ്സത്ത ആത്മാർത്ഥതയോടെ പൂർണ്ണമായി ഉൾക്കൊള്ളണം. അത് കഴിയാത്രത്തോളം കാലം നമ്മുടെ ദുഃഖം തീരുകയില്ല, സങ്കടം മാറുകയില്ല, മുഖം പ്രസാദിക്കുകയില്ല. പിന്നെ ഇങ്ങനെ അങ്ങ് ജീവിക്കുന്നു. എല്ലാ സഭയുടെയും ആചാര അനുഷ്ഠാനങ്ങളിൽ പങ്കുചേരുന്നു, കൂട്ടത്തിൽ ഒഴുകിപ്പോകുന്നു. പ്രിയമുള്ളവരെ, കൂട്ടത്തിൽ ഒഴുകിപ്പോകാനും വെള്ളത്തിലെ ആമ്പല് പോലെ മുങ്ങിപ്പൊങ്ങാനുമല്ല എന്റെ യേശു കാൽവറിയിൽ യാഗമായത്. ഹല്ലേലൂയ! നിത്യരക്ഷയ്ക്കും നിത്യ സന്തോഷത്തിനും നിത്യ ജീവനും വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ ഇന്നത്തെ ദിനത്തിന്റെ ചിന്ത എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യുന്നു. ആകയാൽ ഈ ദിനത്തിന്റെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊണ്ട് യേശു കാൽവരിയിൽ ഒഴുക്കിയ രക്തം എന്റെ ജീവിതത്തിൽ പാപത്തിനും ശാപത്തിനും രോഗത്തിനും സകലത്തിനും മതിയായതാണ്. യേശുവിന്റെ ജനനത്തിന് അനേക വർഷങ്ങൾക്ക് പുറകിൽ യെശയ്യാ ദീർഘദർശിയിലൂടെ വിളിച്ചു പറഞ്ഞത്, അവന്റെ അടിപ്പിടരാൽ നമുക്ക് സൗഖ്യം വന്നു. അതെ, സുപ്രീം കോർട്ട് ജഡ്ജായ പീലാത്തോസ് 3 പ്രാവശ്യം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. എന്നിട്ടും യേശുവിനെ ക്രൂശിച്ചു. അതെ, യഹൂദനായിരിക്കെ 1 അടി 39 അടിയേറ്റു. ക്രൂശിക്കാൻ വിധിച്ചവനെ അടിക്കുകയും ചെയ്തു. ഇതെല്ലാം ഏറ്റത് എന്തിനു വേണ്ടിയാണ്? അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വരുവാൻ പ്രവാചകനാൽ വിളിച്ചു പറഞ്ഞത്. അതെ, സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നു, സകലവും നിവർത്തിയായി. അതെ, അത് പൂർത്തീകരിച്ചു. എന്തിന്? മാനവലോകത്തിന്റെ പാപപരിഹാരത്തിന്, എന്റെ വിടുതലിന്, എന്റെ പാപത്തിന്റെ മോചനത്തിന്. ഈ വലിയ വെള്ളിയാഴ്ച ദിവസം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എന്റെ യുവജന സുഹൃത്തുക്കളെ, വലിയ വെള്ളിയാഴ്ച ആരാധനയ്ക്ക് ഓടിപ്പോകുവാൻ തിടുക്കം കൂട്ടുന്ന എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഒരു നിമിഷം നിന്ന് ചിന്തിക്കണം. ആരാധന നല്ലതാ, എല്ലാം നല്ലതാ. പക്ഷെ ഇന്നത്തെ അർത്ഥം ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? യേശു ഇന്നെന്ന പോലൊരു ദിവസം സഹിച്ച പങ്കപ്പാട് എന്റെ പാപമോചനത്തിനാണ്. അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിട്ടുണ്ടോ? ഈ സൗഖ്യം ആന്തരിക സൗഖ്യം, ആത്മീക സൗഖ്യം, ശാരീരിക സൗഖ്യം, മാനസിക സൗഖ്യം, എല്ലാ മേഖലകളിലും സൗഖ്യം വന്നിട്ടുണ്ടോ?
ഇല്ല എങ്കിൽ ഒരു കാര്യം ഓർക്കണം, ഈ ദിവസത്തിന്റെ മാഹാത്മ്യം ഇതുവരെ ഞാനും നിങ്ങളും ഉൾക്കൊണ്ടിട്ടില്ല. ആകയാൽ ആ കുറവ് സ്വയം സമ്മതിച്ച് പരിപൂർണമായി ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിൽ ദൈവസന്നിധിയിൽ മുഴങ്കാല് മടക്കി അടുത്തു വരാം. സകല ബുദ്ധിയെ കവിയുന്ന ദൈവ സമാധാനത്താൽ നമ്മെ നിറയ്ക്കട്ടെ. എന്റെ അകൃത്യത്തിന്, എന്റെ പാപത്തിന്, എന്റെ തെറ്റുകുറ്റത്തിന് യേശു ഒരിക്കലായി മറുവിലയായി തീർന്നു. അതെ, അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിച്ച് ഈ ദിനം സ്മരിക്കുന്ന ധന്യനിമിഷത്തിൽ യഥാർത്ഥ അർത്ഥം ഉൾക്കൊണ്ട് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ സർവശക്തരായ ദൈവം ജീവജലം ശ്രവിക്കുന്ന ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ആത്മീക കണ്ണുകളെ പ്രകാശിപ്പിക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാൽവരി കൊലക്കളത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പാപപരിഹാരങ്ങളെ ഇന്ന് നാം കേട്ട ദൈവവചനം പോലെ നമ്മുടെ ജീവിതം യേശുവിൽ കൂടെ ലഭ്യമായ വലിയ വിടുതലാണ്, വലിയ രക്ഷയാണ്, വലിയ സ്വാതന്ത്ര്യമാണ്. അത് ഓർത്തുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാപിച്ചെടുക്കുവാൻ ഇന്നത്തെ ദിനം ഇടയായിത്തീരട്ടെ. ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ദൈവവചനത്തിന്റെ യഥാർത്ഥ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് യേശുവിൽ കൂടെയുള്ള നിത്യരക്ഷയും നിത്യവിടുതലും നിത്യജീവനും പ്രാപിച്ച് കർത്താവിനോട് ചേർന്ന് ഇന്നത്തെ ദിനം ഒരു ആഘോഷമാക്കി തീർക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.